ആദ്യ ഭാഗത്തിൻ്റെ അലയൊലികൾ കെട്ടടങ്ങുന്നതിന് മുൻപുള്ള രണ്ടാം ഭാഗത്തിൻ്റെ റിലീസ്, 4 മണിക്കൂറിനടുത്തുള്ള റൺ ടൈം, ഒളിഞ്ഞും തെളിഞ്ഞും കുത്തി നിറച്ച പ്രൊപ്പഗാൻഡകൾ. ബോളിവുഡിൻ്റെ ഇന്ത്യൻ സിനിമയുടെ ഇക്കൊല്ലത്തെ ആദ്യ 1000 കോടിയിലേക്ക് അതിവേഗം ഓടി അടുക്കുകയാണ് രൺവീറിൻ്റെ ദുരന്തർ ദ റിവെഞ്ച്. ഏറ്റവും കൂടുതൽ വീക്കെൻഡ് കളക്ഷൻ സ്വന്തമാക്കിയ ഹിന്ദി ചിത്രം, ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഫിലിം ഫ്രാഞ്ചൈസുകളുടെ ലിസ്റ്റിൽ 3ാമത്. അങ്ങനെ രണ്ടാം വരവിൽ ദുരന്തർ സ്വന്തമാക്കുന്നത് ഒരു പിടി റെക്കോർഡുകളാണ്. പ്രിവ്യൂ ഷോകളടക്കം ആദ്യ ദിവസം അവസാനിച്ചപ്പോൾ ചിത്രം ആഗോളതലത്തിൽ സ്വന്തമാക്കിയത് 224 കോടി രൂപയാണ്. ഓപ്പണിംഗ് വീക്കെൻഡിൽ ഗ്ലോബലി 761 കോടി. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ ബെസ്റ്റ് ഓപ്പണിംഗ് വീക്കെൻഡ്. 765 കോടി നേടിയ പുഷ്പ 2 ആണ് ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷനുള്ള ഇന്ത്യൻ സിനിമ. ഇതിനോടകം 919 കോടി രൂപയാണ് ചിത്രം ആഗോളതലത്തിൽ നേടിയിട്ടുള്ളത്. ഇതിൽ 690 കോടിയോളം ഇന്ത്യ ഗ്രോസ് കളക്ഷനും 230 കോടിക്ക് മുകളിൽ ഓവർസീസ് കളക്ഷനുമാണ്. 7 ദിവസം കൊണ്ട് 1000 കോടി നേടിയ പുഷ്പ 2 ആണ് ഫാസ്റ്റസ്റ്റ് 100 ക്രോർ റെക്കോർഡിനുടമ. 7ാം ദിവസം അവസാനിക്കുമ്പോൾ ദുരന്തർ അത് ബീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യൻ സിനിമാ ഫ്രാഞ്ചൈസുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കുന്ന 3ാമത്തെ ഫ്രാഞ്ചൈസിയായി മാറിയിരിക്കുകയാണ് ദുരന്തർ. ആദ്യ ഭാഗം സ്വന്തമാക്കിയ 1300 കോടിയും രണ്ടാം ഭാഗത്തിൻ്റെ 919 കോടിയും ചേർത്ത് 2219 കോടിയാണ് നിലവിലെ നേട്ടം. ഇതോടെ 2002 കോടി നേടിയ പുഷ്പയെ മറികടന്നിരിക്കുകയാണ് ചിത്രം. മുന്നിലുള്ളതാകട്ടെ രാജമൗലിയുടെ ബാഹുബലിയും YRFിൻ്റെ സ്പൈ യൂണിവേഴ്സിലെ ചിത്രങ്ങളുമാണ്.